ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്കിന്ന് ഒരു വഴുതനങ്ങ മസാല സ്പെഷ്യൽ ഉണ്ടാക്കിയാലോ? ചപ്പാത്തിയുടെയും ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന കേട്ടോ. അധികം ഗ്രേവി ഇല്ലാതെ ഒരു വരണ്ട രൂപത്തിലെടുക്കാൻ പറ്റുന്ന ഒരു മസാല കേട്ടോ. ഞാൻ അതിന് ഇവിടെ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് കുഞ്ഞു വഴുതനങ്ങ, നല്ല പിഞ്ച് വഴുതനങ്ങ, വലുതല്ല ചെറുത്. നമുക്കിത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്യുന്നതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാളയും 1 തക്കാളിയും 1 പച്ചമുളകും. ഞാൻ ഇതിനകത്ത് പിഴുപുളി ഒഴിക്കുന്നില്ല കേട്ടോ, ആ രീതിയിലാണ് വെക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ വൃത്തിയാക്കി ഇടാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി ഉപ്പൂടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വഴുതനങ്ങ കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. കാരണം അതിൻ്റെ മണ്ടയ്ക്കത്തെ നമ്മുടെ തൊപ്പി ഉണ്ടല്ലോ, വഴുതനങ്ങയുടെ തൊപ്പി, അത് കളയാതെ താഴോട്ട് നിൽക്കുന്ന ചിറക് പോലുള്ള സാധനം മാത്രം എടുത്ത് കളഞ്ഞിട്ട് തണ്ടിൻ്റെ ഒരു ശക്കല മാത്രം കട്ട് ചെയ്ത് കളയുന്നുള്ളൂ. എന്നിട്ട് ആ തൊപ്പിയോടുകൂടി തന്നെ വഴുതനങ്ങ അടിയിൽ നിന്ന് ഞാൻ 4ആയിട്ട് കീറുക ചെയ്യുന്നത്. തൊപ്പിയൊന്നും വേർപെടുത്തുന്നില്ല. ഈ രീതിയിലെടുത്ത് ഞാൻ കട്ട് ചെയ്ത് നമ്മൾ ആ മഞ്ഞൾ വെള്ളത്തിനകത്തോട്ട് ഇടുക, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ എല്ലാ വഴുതനങ്ങയും നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കുഞ്ഞു വഴുതനങ്ങ നോക്കിയെടുത്തത്. വലിയ വഴുതനയാണെങ്കിൽ നമുക്ക് മുഴുവനായിട്ട് ഇടാൻ പറ്റില്ല, കട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഇങ്ങനത്തെ വഴുതനങ്ങ എടുക്കാൻ മാക്സിമം ശ്രമിക്കണം കേട്ടോ. ഞാൻ എടുക്കുന്നത് ഇതിലത്തെയാണ്. എന്നിട്ട് നമുക്കിനി സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ഇവിടെ പിന്നെ ഡെയിലി ചപ്പാത്തി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആഴ്ചയിലൊരു എന്താ പറയുക, ഒരു 4 ദിവസം ഇവിടെ ചപ്പാത്തി ആയിരിക്കും. അതുകൊണ്ട് കറികൾ എന്താ വെക്കുന്നേ എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരിക്കും കേട്ടോ. ഇതിപ്പം വഴുതനയാണെങ്കിൽ നാളെ ചിലപ്പോൾ അത് പാവയ്ക്കാകാം, മറ്റന്നാൾ ചിലപ്പം കോവയ്ക്കാകാം. അങ്ങനെ എൻ്റെ ഒരു മെനു ഇവിടെ പോകുന്നത് കേട്ടോ. അതും പ്രത്യേകിച്ച് നമ്മൾ തുവരഡാല് കൊണ്ട് ഡാല് കറി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു മെഴുകുരട്ടിയോ തോരനോ അങ്ങനെ ഒരു കോമ്പിനേഷൻ കാണില്ല. അപ്പോൾ ഇതുപോലൊരു മസാല ഒക്കെ ആണെങ്കിൽ ചെറിയൊരു എരിവും പുളിയും ഒക്കെ ഡാൽ കറിയുടെ കൂടെ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇന്നിവിടെ മെയിനായിട്ട് വെച്ചേക്കുന്ന കറി ഡാലാണ്. അപ്പോൾ ഈ ഒരു മസാല വെക്കാമെങ്കിൽ നമുക്ക് അത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാം, ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. 2 in 1 പർപ്പസ് ആട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഉടായ്പ പരിപാടി കാണിക്കുന്നത്. അപ്പോൾ ഞാൻ സവാളയും തക്കാളിയും എല്ലാം അതിൻ്റെ പുറന്തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി കുനൂനാന്നരിയാം. കുനൂനാന്ന് വെച്ചാൽ സവാള മാത്രം ഞാൻ കുനൂനാന്നരിയും, നീളത്തിലല്ല അരിയുന്നത്. ഇതുപോലെ നമുക്ക് കുനൂനാന്ന് അരിഞ്ഞെടുത്ത് കുറച്ച് കറിവേപ്പില, പിന്നെ തക്കാളി ഞാൻ മുഴുവനെ, അതായത് നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഞാൻ ഇതിനോട് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടില്ല. നമ്മുടെ വഴുതനങ്ങ വെള്ളത്തിൽ കിടന്ന് അതിൻ്റെ കറയൊക്കെ, ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയത് കണ്ടോ. അപ്പം നല്ലതായിട്ട് കറയൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി കറി വെക്കാൻ പോയാലോ. ചീനിച്ചട്ടി എടുത്ത് ഞാൻ വെച്ചു. ചീനിച്ചട്ടി വെച്ചിട്ട് തീ കത്തിച്ച് നമുക്കിനി ചട്ടി ചൂടാകുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ചുറ്റുപാത്രം ഞാൻ പാല് ഇവിടെ വാങ്ങിച്ചുകൊണ്ടിരുന്ന ചുറ്റുപാത്രം കേട്ടോ. ഇങ്ങോട്ട് താമസമാക്കിയാണൊക്കെ പിന്നെ അത് പാല് നമുക്ക് ഡോർ സർവീസ് ആയതുകൊണ്ട് പിന്നെ ഈ ചുറ്റുപാത്രം വെറുതെ വെച്ചേക്കായിരുന്നു. അപ്പം ഞാൻ പിന്നെ എണ്ണ എടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു. വെറുതെ ഇതിനെ വേറൊരു ഉപ്പി കൂടെ വേസ്റ്റ് ആക്കുന്നതിന് ചൊല്ലി. അപ്പം ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണയല്ല, ഇത് സൺഫ്ലവർ ഓയില, എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്നറിയാം. നമുക്ക് ഈ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന വഴുതനങ്ങ ഈ എണ്ണയ്ക്കകത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, വഴുതനങ്ങയുടെ ഒരു പച്ചമണം, അത് പോകുന്നിടം വരെ ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ എണ്ണ ഈ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വഴുതനങ്ങ അങ്ങോട്ട് ഇട്ടു, എണ്ണയ്ക്കകത്തോട്ട് ഇട്ടിട്ട് ഇനി കുറച്ച് ഉപ്പൂടെ അതിൻ്റെ മേലോട്ടിട്ട് നമുക്ക് അത് നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം വഴുതനങ്ങ. ഇതിനിടയ്ക്ക് എൻ്റെ ക്യാമറയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേട്ടോ. അതങ്ങനെ പോയതേ. നമുക്കിതാ ഉപ്പിട്ടിട്ട് നല്ലതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചും തിരിച്ചും ആ എണ്ണയ്ക്ക്, ഞാൻ എണ്ണ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ആക്കി ഒന്ന് കൊടുക്കണം വഴുതനങ്ങ കേട്ടോ, നന്നായിട്ടൊന്ന് വാടി വരാനും വേണ്ടിയിട്ട്. ഈ വഴുതനങ്ങ വാടുമ്പോഴേ അതിൻ്റെ പുറത്തെ ആ വയലറ്റ് കളറും പർപ്പിൾ കളറും ഒക്കെ അങ്ങ് മാറും. ഒരു കാപ്പിപ്പൊടി കളറായി വരുന്നിടം വരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ, എന്നാലേ അത് നമുക്ക് കറിയുടെ കൂട്ടത്തിനകത്ത് ഇടുമ്പോൾ ആ ഒരു ഇത് ടേസ്റ്റ് വരത്തുള്ളൂ. വഴുതനങ്ങ ഇവിടെ എൻ്റെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ആ ഉള്ളി അരിഞ്ഞ് വെച്ച പാത്രത്തിനകത്തോട്ട് തന്നെ ഞാൻ ഒരു കോണിലോട്ട് ഈ വഴുതനങ്ങ എടുത്തങ്ങ് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ പാത്രം മാറേണ്ട ആവശ്യമില്ല. ഈ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒരുപാട് എണ്ണയൊന്നുമില്ല, കുറച്ച് എണ്ണയുള്ളൂ. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ആദ്യമേ കടുക്
ഇട്ട് കൊടുക്കാം. ഇവിടെ ഉള്ളൊരു കടുക് പൊട്ടിക്കുന്നതിന് പകരം ജീരകം ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പം ഞാനും ഇപ്പോൾ എന്തോ ചെയ്യും, നമുക്ക് കടുക് മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് കടുകിൻ്റെ കൂടെ തന്നെ ശക്കലം ജീരകവും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കറിവേപ്പില, പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, അതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ എണ്ണയ്ക്കകത്ത് ചെറിയൊരു ഉപ്പിൻ്റെ മയം കാണുമായിരിക്കും, കാരണം നമ്മൾ ആ വഴുതനങ്ങ വഴറ്റിയപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് കാണുള്ളൂ, ഒരുപാട് കാണില്ല, കുറച്ച് കാണുള്ളൂ, ആ വഴുതനങ്ങയെ പിടിച്ച് കാണും. അപ്പോൾ നമുക്കത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാള വഴണ്ട് നന്നായിട്ട് വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാവോ, സവാള ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടെ അതിനകത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ ഒരു ആ പച്ചപ്പ് മണവും ആ പേസ്റ്റിൻ്റേതായിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ, അതും മാറി വരണ്ടേ. അപ്പോൾ ഉള്ളി വാടുന്ന സമയം കൊണ്ട് തന്നെ ആ പേസ്റ്റിൻ്റെ മണവും അതിനകത്ത് കിടന്ന് മാറി മൂത്ത് നല്ല രീതിയിൽ വരും. അപ്പം ഞാനത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഈ കറി എന്ന് വെച്ചാൽ എന്താ ഞാൻ പറയാം, ഇവിടെ ഉള്ള ആൾക്കാരാണെങ്കിൽ വേറൊരു രീതിയിൽ വെക്കും. കാരണം നമ്മുടെ ഈ കപ്പലണ്ടി, പിന്നെ എന്താ പറയുക, സവാള, വറ്റൽമുളക്, പിന്നെ മല്ലിയില, പച്ചമുളക്, ജീരകം, ഇതെല്ലാം കൂടെ അരച്ചിട്ട് ഒരു മസാല പോലെ നമ്മുടെ ചമ്മന്തി പരുവത്തിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഈ സവാള ഈ നാലായിട്ട് കീറിയിട്ട് ഇതിൻ്റെ അകത്ത് വെച്ചങ്ങ് പൊതിഞ്ഞിട്ട് ഇതെടുത്ത് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് കോരി എടുക്കും. ഇവിടെ ഉള്ളവർ അങ്ങനെയും വെക്കും കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഇത് അത് കഴിക്കാനായിട്ട്. എന്നിട്ട് അത് കറി പോലെ ആക്കും കേട്ടോ. ഈ രീതിയേ അല്ല ഇവിടെ ഉള്ളവർ വെക്കുന്നത്. ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ സവാള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിലോട്ട് മസാലകൾ ചേർക്കാം. ഞാൻ ചേർക്കുന്നത് എന്താ, സാധാരണ ഇവിടെ കറികൾക്കൊക്കെ ചേർക്കുന്ന രീതിയിലുള്ള നമ്മുടെ ഈ കിച്ചൺ കിങ് എന്ന് പറയുന്നൊരു മസാല ഉണ്ട്. അതെല്ലാ വെജിറ്റബിൾ കറിക്കും ചേർക്കാവുന്ന ഒരു മസാല കേട്ടോ. അതും ചേർത്തു. ഒരു പൊടിക്ക് ഒരു ശക്കലം ഗരം മസാല ഞാൻ കറി ആയതിന് ശേഷം അതിൻ്റെ മേളിൽ കൂടെ ചെറുതായിട്ടൊന്ന് ഗരം മസാല തൂവും കേട്ടോ. എന്നിട്ട് പിന്നെ മല്ലിപ്പൊടി സ്പൂൺ കൊണ്ട് എടുക്കാനായിട്ട് ഡബ്ബയ്ക്കകത്തില്ലായിരുന്നു, അതുകൊണ്ട് ഡബ്ബയോടെ ഞാൻ അങ്ങിട്ട് ഒത്തിരി ഉള്ളായിരുന്നു. പിന്നെ മുളക് പൊടിയും പേരിന് വേണ്ടിയിട്ട് ഇട്ടു. ഒരുപാട് അരപ്പായിട്ടങ്ങ് വേണ്ടല്ലോ, നമ്മൾ കുറുക്കിയല്ലല്ലോ വെക്കുന്നത്, അതുകൊണ്ട് ഒരുപാട് മസാലയൊന്നും ചേർത്തില്ല. ഇത്രയും മസാല ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പച്ചമുളകൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കി ആ ചൂടത്ത് നന്നായിട്ട് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് ഈ മസാലയെല്ലാം കൂടെ ചൂടായി വന്ന് നല്ല പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് ഇതിനകത്തിലോട്ട് നമ്മുടെ ബാക്കിയിരിക്കുന്ന തക്കാളിയുണ്ട്, നമുക്ക് ഇടാനുള്ള വഴുതനങ്ങയുണ്ട്. അപ്പം നമുക്ക് ആദ്യമേ ഇതിനകത്തിലോട്ട് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ തക്കാളി എന്ന് വെച്ചാൽ ഒരുപാട് ഇട്ടങ്ങ് അളിച്ച് കുഴയ്ക്കത്തില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കൂട്ടാൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ആ തക്കാളി ജസ്റ്റ് ഒന്ന് കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തക്കാളി ഒരുപാട് അങ്ങ് ഇടത്തില്ല. ഇതിപ്പം ഞാൻ തക്കാളി ഇട്ടില്ലേ, ഇതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ എന്ത് ചെയ്യാമെന്നറിയാം, നമ്മുടെ കഷ്ണം ഉണ്ടല്ലോ വഴുതനങ്ങ, അതും അങ്ങിടും. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി ഉപ്പുണ്ടോ നോക്കണം. ഉപ്പുണ്ടോ നോക്കി, ഉപ്പില്ലെങ്കിൽ ശകലം ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി തപ്പിപ്പൊത്തി നമ്മുടെ ഈ മസാല എല്ലാം കൂടെ ആ വഴുതനങ്ങ പിടിക്കാനും വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമുക്കിതൊന്ന് തത്തിപ്പൊത്തി അടച്ച് ഒരു 5-10 മിനിറ്റ്, കാരണം വഴുതനങ്ങ നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുത്ത പിന്നെ ഇനി വാടാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിക്ക മാത്രമേ ഉള്ളൂ. അപ്പോൾ തക്കാളിക്കയുടെ വേവ് സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നിട്ട് അടച്ച് നല്ല രീതിയിൽ അങ്ങ് വെക്കണം, വേവാനായിട്ട്. മസാലയൊക്കെ ഒന്ന് പിടിച്ച് തക്കാളിക്ക് ഒന്ന് വെന്ത് വരാനായിട്ട് അടച്ച് നമുക്ക് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ കറി എങ്ങനെ ഇരിക്കുമെന്ന്. എന്നാൽ ഞാൻ അടപ്പ് തുറന്ന് നോക്കുകയാണ് കേട്ടോ, കറി എങ്ങനെ ഉണ്ട്, ആയോ ഇല്ലയോ. അപ്പോൾ ദാ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെള്ളമൊക്കെ നല്ലതായിട്ട് നമ്മുടെ ആ പരുവത്തിനാക്കി. ഞാൻ പറയില്ലേ, ഇത് ഞാൻ വെള്ളമായിട്ടല്ല വെക്കുന്നത്, നല്ല എന്താ പറയുക, ഒരു കുറുക്കനെയാണ് വെക്കുന്നത് കണ്ടോ. ഇതിപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും നല്ലതാണ് കേട്ടോ. ഇവിടെ ചേട്ടൻ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ പച്ചരി ചോറ്, ഞങ്ങൾ ചുമന്നരി ചോറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നല്ല ബെസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെ. അപ്പോൾ ഉപ്പൊക്കെ ഞാൻ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയില്ല, തക്കാളിക്ക് ആ രീതി കിടപ്പുണ്ട്. എനിക്ക് ഒരുപാട് വഴണ്ട് വരുന്ന ഇഷ്ടമല്ല. നമ്മുടെ വഴുതനങ്ങയൊക്കെ മസാല പിടിച്ച് അതിൻ്റെ കളറേ മാറി നല്ല
നല്ലത്. ഇതിൻ്റെ തണ്ടും കഴിക്കും കേട്ടോ, ഒന്നും കളയത്തില്ല. പിന്നെ ഈ തണ്ടൊക്കെ ചവച്ച ലാസ്റ്റ് നമ്മുടെ മുരിങ്ങക്കോല് ചവച്ച് വരുമ്പോൾ നാര് വരത്തില്ലേ, ആ രീതിയിലേ വരത്തുള്ളൂ കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ചപ്പാത്തിയുടെ കൂടെയുള്ള സ്പെഷ്യൽ ഇതായിരുന്നു നമ്മുടെ വഴുതനങ്ങ മസാല. ബൈ ബൈ കൂട്ടുകാരെ.